യുഎസ് ഉപരോധങ്ങൾക്കിടെ ഹോർമൂസ് കടക്കുന്ന ആദ്യ കപ്പലായി തന്നെ പാകിസ്ഥാന്റെ ഷാലമാർ മാറുകയാണ്. ഇതിനു മുൻപ് ഇന്ത്യയുടെ കപ്പലുകൾ ഹോർമൂസ് കടന്നിട്ടുണ്ടെങ്കിൽ പോലും ഉപരോധം ഏർപ്പെടുത്തിയതിനു ശേഷം കടക്കുന്ന ആദ്യ കപ്പൽ പാകിസ്ഥാന്റേതാണ് എന്നുള്ള പ്രത്യേകതയാണ് ഇവിടെ എടുത്തു പറയുന്നത്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം 7ാം ആഴ്ചയിലേക്ക് കടക്കുമ്പോഴാണ് ഈ നിർണായകമായ തീരുമാനം അല്ലെങ്കിൽ ഇത്തരമൊരു നീക്കം ഇവിടെ നടന്നിരിക്കുന്നത്. ഷാലമാർ കപ്പലിന്റെ ഈ യാത്ര ഉപരോധത്തിനിടയിലും കപ്പൽ ഗതാഗതം സാധ്യമാണ് എന്നതിന്റെ തെളിവായി തന്നെ വിലയിരുത്തപ്പെടുന്നതായും ഇവിടെ നിരീക്ഷകർ അടയാളപ്പെടുത്തുന്നുണ്ട്. ഒമാനിലെ റാസ് അൽ ഹദ് മുതൽ തന്നെ ഇറാൻ പാകിസ്ഥാൻ അതിർത്തി വരെയുള്ള മേഖലയിലാണ് അമേരിക്കൻ നാവിക ഉപരോധം, അതായത് നാവികസേന ഇത്തരത്തിലൊരു ഉപരോധം ഏർപ്പെടുത്തിയിരുന്നത്. ഒരു കപ്പൽ പോലും ഇറാന്റെ തുറമുഖങ്ങളിൽ പ്രവേശിക്കരുതെന്നും അതിന് അനുവദിക്കില്ല എന്നും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരുന്നെങ്കിൽ പോലും ഉപരോധം നിലവിൽ വന്ന ആദ്യ ദിവസം തന്നെ 5 ഇറാൻ ബന്ധമുള്ള കപ്പലുകൾ ഇത് ലംഘിച്ചതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ US ഏർപ്പെടുത്തിയ നാവിക ഉപരോധത്തിനിടെ തന്നെ ഹോർമൂസ് കടലിടുക്കിൽ നിന്ന് പുറത്തു കടക്കുന്ന ആദ്യത്തെ കപ്പലായി തന്നെ പാകിസ്ഥാന്റെ ഷാൽമാർ മാറുന്നതിൽ ഇതിന്റെ പിന്നിൽ ട്രംപിന്റെ കരങ്ങൾ ഉണ്ടോ എന്നതാണ്. അതായത് ട്രംപിന്റെ ഒരു ഇഷ്ടപ്രകാരമാകാം ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചതെന്ന ഒരു പരാമർശം കൂടെ ഇവിടെ രാഷ്ട്രീയ നിരീക്ഷകരടക്കം നടത്തുന്നുണ്ട്. മേഖലയിലെ കടുത്ത നിയന്ത്രണങ്ങൾക്കിടെ തന്നെ ഹോർമൂസിലെ ഗതാഗത തടസ്സങ്ങൾ മറികടക്കാനാണ് പാക് കപ്പൽ പുറത്തേക്ക് കടന്നതെന്നതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പാകിസ്ഥാൻ നാഷണൽ ഷിപ്പിംഗ് കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ കപ്പൽ. മേഖലയിൽ സംഘർഷം നിലനിൽക്കുന്നതിനാൽ തന്നെ ഇന്ധന നീക്കം ഗണ്യമായി തന്നെ കുറഞ്ഞ സാഹചര്യത്തിലാണ് യുഎയിലെ ദാസ് ഐലൻഡിൽ നിന്ന് ഏകദേശം 4,50,000 ബാരൽ അസംസ്കൃത എണ്ണയുമായി ഈ കപ്പൽ കറാച്ചിയിലേക്ക് യാത്ര തിരിച്ചിരിക്കുന്നത്. ഇറാന്റെ ലാറക് ഐലൻഡ് പിന്നിട്ടുകൊണ്ട് വ്യാഴാഴ്ച വൈകുന്നേരത്തോടു കൂടി തന്നെ കപ്പൽ ഒമാൻ ഗൾഫിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. ഏപ്രിൽ 12-ന് ഇറാൻ US ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് ഈ കപ്പൽ ആദ്യം തിരിച്ചു പോയിരുന്നുവെങ്കിലും പിന്നീട് യാത്ര പുനരാരംഭിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഫെബ്രുവരി 28 മുതൽ ഇറാനെതിരെ അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന സൈനിക നടപടിയെ തുടർന്ന് ഹോർമൂസ് വഴിയുള്ള കപ്പൽ ഗതാഗതം ഗണ്യമായി തന്നെ കുറഞ്ഞിരിക്കുകയാണ്. നിലവിലെ US ഉപരോധം അനുസരിച്ച് ഈ വഴിയിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകൾക്ക് US-ന്റെയും ഇറാന്റെയും മുൻകൂർ അനുമതി ആവശ്യമാണ് എന്നും ഇവിടെ എടുത്ത് സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.